വീണ്ടും നമ്മൾ കൊല വെട്ടാൻ വന്നിരിക്കുകയാണ്. ഹായ്, ഞാലിപ്പൂവൻ. രാവിലെ കണ്ടപ്പം കിളിയൊന്നും കൊത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതാ കിളി കൊത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഞാലിപ്പൂവൻ. പിന്നെ ഈ കൂട്ടം നമ്മുടെ വെള്ളക്കദളി കേട്ടോ. വെള്ളക്കദളി വെട്ടാനായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാലിപ്പൂവൻ വെട്ടേണ്ടതുകൊണ്ട്, ഒരു ഞാലിപ്പൂവൻ ഒടിഞ്ഞ് കിടക്കുന്നത് കൊണ്ടും നമ്മളത് വെട്ടുന്നില്ല. വെള്ളക്കദളി അവിടെ നിന്ന് പഴുക്കട്ടെ. അതല്ലേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, എന്താ സംഭവം എന്നറിയില്ല, ഫുള്ള് ചാരം പോലെ എന്തെങ്കിലും വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു കൊല വെട്ടിയതിന് ശേഷം 3 വാഴകൾ നിർത്തിയതായിരുന്നു. 3 നമ്മൾ ഇതേപോലെ കവറിട്ട് നിർത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവിടെ വന്നുണ്ട്. നമുക്കൊരു സുഹൃത്ത് തന്നായിരുന്നു എൻ്റെ വിത്ത്. അത് നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആനസാർ വന്ന് ചവിട്ടി നിരത്തി. ആന വന്ന് നല്ലൊരു കൊല ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആന വന്ന് ചവിട്ടി നിരത്തിയതാണ്. പിന്നെ അതിൽ നിന്ന് കിളിർത്ത് വന്നൊക്കെ ഞാനിതാ പറിച്ച് നട്ടിട്ടുണ്ട്. 1, 2, പിന്നെ ഇതെണ്ണം 3, ഇതെണ്ണം 4, 5, പിന്നെ 6, 7, 8 ഞാൻ മാറ്റി വെക്കണം. അത് അവിടെ ഒന്നുണ്ട്, 9. ഇനിയിപ്പോൾ ഇത് വെട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ വിത്തും തിരിക്കുന്നതായിരിക്കും. ഞാൻ വളർന്ന് പൊന്തിയിട്ട് ഞാൻ ഒന്ന് വെട്ടി കളഞ്ഞതാണ്, വീണ്ടും വളർന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ഇവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ പിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന കാര്യം മറന്നു. വന്നതിതാ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഞാലിപ്പൂവൻ. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല. കേടല്ലേ, ഒരെണ്ണം നട്ടതാണ്, കുറേയായി, 2-3 കൊല വെട്ടി. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് തീർത്തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് കുറച്ച് സമയം വൈകിപ്പോയതല്ലേ, കായൊക്കെ വിണ്ട് കയറി തുടങ്ങി. അത്യാവശ്യം നല്ല സൈസൊരു ഞാലിപ്പൂവൻ. അപ്പോൾ നമുക്ക് വെട്ടേക്കാം. അപ്പോൾ നമ്മൾ ആശാനെ വെട്ടിയിട്ടുണ്ട്. പക്ഷേ കണ്ടല്ലേ, കുറച്ച് നേരത്തെ വെട്ടേണ്ടതായിരുന്നു. ഇതെന്തോ ഒരു മൂലത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൈസ് തന്നെയുള്ള കൊലയാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം, ബൈ.